അദ്ദേഹത്തിനുള്ളിലുള്ള യഥാർത്ഥ ഒരു എന്താ പറയുക ജ്ഞാനിയെ കുറിച്ച് അതിന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ ഈ ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളോ സയൻറ്റിഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക കുറച്ചുകൂടി അത്തരത്തിലുള്ള ഹ്യൂമൻ മൊറാലിറ്റിയുടെ കാര്യങ്ങളാണെങ്കിലോ അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ ആഷ്ക്രോയിൽ എടുത്തിട്ടുണ്ട്. ചാനൽ റെഡിൽ ഈ ചാനലിൽ എടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ അതേപോലെ കുറച്ചും കൂടി എന്താ പറയുക കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും എന്താ പറയുക കുറച്ചുകൂടെ അദ്ദേഹം അതായത് ഞാൻ തന്നെ ഒരുപാട് ഈ ഇതുപോലെയുള്ള ഡിസ്കഷൻസ് ഈ സയൻസുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസുകൾ, റിലീജിയനുമായി ബന്ധപ്പെട്ട ദൈവവുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസുകൾ, പിന്നെ ഒരുപാട് കണ്ടന്റുകൾ അത്തരത്തിലുള്ള അദ്ദേഹത്തിനുള്ളിലുള്ള ഈ അറിവുകളും ഉള്ള കണ്ടന്റുകൾ അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകൾ കിട്ടിയിട്ടുണ്ട്. സന്തോഷ് ഒരു ഈശ്വര വിശ്വാസിയാണോ? ഞാൻ അഗ്നോസ്റ്റിക് ആണ്. പേഴ്സണലി ബിലീവർ ആണ്. ഇന്റലക്ച്വലി അഗ്നോസ്റ്റിക് ആണ്. ഹ്യൂമാനിറ്ററിലി എത്തീസ്റ്റ് ആണ്. സന്തോഷും അതാണ് ആഗ്രഹിക്കുന്നത്. സന്തോഷ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ഒരു സന്തോഷ് വർക്കി ആകാനാണ്. ആറാട്ടണ്ണനാകാനല്ല അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ആഗ്രഹവും. സന്തോഷ് വർക്കി എന്ന രീതിയിൽ ഒരു ഇൻ്റലക്ച്വൽ സെലിബ്രിറ്റി എന്നാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയാറ്. അങ്ങനെ ഒരു ഇൻ്റലക്ച്വൽ സെലിബ്രിറ്റി ആവണമെന്ന് ആഗ്രഹം നടക്കുന്ന ഒരാൾ റോട്ടിൽ കൂടെ നടന്ന് പിന്നിൽ ഇതും കളയാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? സോഷ്യൽ മീഡിയയിലിട്ട് എന്തിനാണ് എന്താ എനിക്ക് തോന്നുന്നു ഇത് ഇപ്പോൾ വന്ന ഒരു കൾച്ചറാണ് ഈ സോഷ്യൽ മീഡിയയിൽ. ഈ തെറി അഭിഷേകങ്ങൾ, വായിക്കാൻ പറ്റാത്ത തെറികൾ കുറേയൊക്കെ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫിൽറ്റർ ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ എത്ര കാണാൻ പറ്റുമെന്ന് പറയാമോ, എമ്മാതിരി തെറികളൊക്കെ വരും. ഇപ്പോൾ ഫിൽറ്ററിൽ പിന്നെ ഒഴിവാകാൻ വേണ്ടി ഒരു ട്രിക്കൊക്കെ ചെയ്തിട്ടാണ് കുത്തും കൊമ്മയൊക്കെ ഇട്ടിട്ടാണ് ഒരു വാക്ക് ചെയ്യുന്നത്. ഇത്രയും കഷ്ടപ്പെട്ടിട്ടേ ഈ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് എന്തിനാണ് ഇദ്ദേഹത്തെ എനിക്ക് ഇപ്പോഴും മനസ്സിലാകണില്ല. ഇയാൾ ഇത്രമാത്രം ദേഷ്യം കാണിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇവരാരെങ്കിലും വീട്ടിൽ പോയിട്ട് ഇദ്ദേഹം ശല്യം ചെയ്തു. ഇനി ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്നതാണെങ്കിൽ പൊന്നു സുഹൃത്ത് എന്തിനാണ് ഇയാൾ കാണുന്ന വീഡിയോ? അതങ്ങ് സ്കിപ്പ് ചെയ്താൽ പോരെ. രണ്ടു സ്കിപ്പ് ചെയ്താൽ മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങൾ കണ്ടന്റിൽ വരില്ല. അതായത് മനസ്സിലാക്കി. നിങ്ങൾ ഈ നോക്കുന്നുണ്ടാണ് ഇത് വീണ്ടും വരുന്നത്. മനസ്സിലായ നിങ്ങൾ നോക്കുന്നുണ്ടാണ് വരുന്നത്. നിങ്ങൾ നോക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. നോക്കാതെ 2 പ്രാവശ്യം സ്കിപ്പ് ചെയ്താൽ പിന്നെ വരത്തില്ലെന്ന്. നിങ്ങൾ ഈ നോക്കി കമൻറ്റും വായിച്ച് കമൻറ്റ് ഇട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അങ്ങനത്തെ കണ്ടന്റ് വരും. മനസ്സിലായോ? അപ്പോൾ എന്താ വീഡിയോ ഇട്ടിട്ട് എടുത്തോട്ട് പോടെ അതിൻ്റെ വീഡിയോ എന്നോ ഇത് ഇവൻ്റെ ശല്യം കാരണം ഫേസ്ബുക്ക് തുറക്കാൻ വയ്യാന്നോ ഇൻസ്റ്റാഗ്രാം തുറക്കാൻ വയ്യാന്നൊക്കെ കയറി കമൻറ്റ് ഇടുന്നുണ്ടല്ലോ നിങ്ങൾ. മനസ്സിലായോ? ആ കമൻറ്റ് ഇടുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് വീണ്ടും ആ വീഡിയോ കാണും. നിങ്ങൾ 2 പ്രാവശ്യം സ്കിപ്പ് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ വരത്തില്ലെന്ന്. നിങ്ങൾക്ക് ശല്യമാവുന്നത് അതുകൊണ്ടാണ്. മനസ്സിലായത്? നിങ്ങളങ്ങനത്തെ കണ്ണിൽ കാണാതിരിക്കുക നല്ലത്. അപ്പോൾ ഇങ്ങനെ തെറി വിളിക്കാനും ഇങ്ങനെ അതൊരു വർഗ്ഗങ്ങൾ, ഇതൊരു വല്ലാത്തൊരു വർഗ്ഗമാകട്ടെ. ഇത് എങ്ങനെ പറ്റുന്നിട ഇങ്ങനെയൊക്കെ തെറി വിളിക്കാനെങ്കിൽ ഞാൻ ആലോചിക്കുന്നത്. ഒരു പാവത്താ മനുഷ്യന് വേറെ ആരെങ്കിലും പിന്നെയും പോട്ടെ, ഇയാൾ എന്ത് ചെയ്തു? സാധു എന്തെങ്കിലും ചെയ്തോ? നിങ്ങളാരെങ്കിലും ആരെങ്കിലും ഉപദ്രവിച്ചോ, നോവിച്ചോ? ഞാൻ കണ്ടത് ആൾ സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അയാൾ എത്ര പേരെ അയാൾ സഹായിക്കുന്ന അറിയാമോ? അയാളുണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെ സഹായിക്കണം തോന്നുന്ന അല്ലെങ്കിൽ അത്തരമുള്ളൊരു മൊറാലിറ്റി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് നല്ലത് മാത്രമേ ഭവിക്കണേ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പുള്ളി. വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ സോഷ്യൽ മീഡിയ ഡൗൺ ആവുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ആവാൻ വേണ്ടിയിട്ട് പുള്ളി കുറച്ച് മസാല എഴുതുന്നു. അങ്ങനെയൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതുന്നത്. ചിലതൊക്കെ എഴുതി പുള്ളി ഡിലീറ്റ് ചെയ്യും, അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യും. അതിപ്പോൾ എന്താണ് വലിയ വിഷയമായിട്ട് കാര്യം എന്താ? നിങ്ങൾ എഴുതുന്ന ഈ തെറി ഉണ്ടല്ലോ, ആ തെറിയുടെ ഒരു വാക്ക് പോലും പുള്ളി എഴുതുന്നില്ലല്ലോ. നിങ്ങൾ എഴുതുന്ന തെറീന് അത്ര ഒന്നുമില്ല പുള്ളി എഴുതുന്ന സാധനങ്ങളോ പുള്ളി പറയുന്നതോ. മനസ്സിലായോ? എൻ്റെ പൊന്നളിയാ, ഇങ്ങനെ ആ ഓരോ കമൻറ്റൊക്കെ വായിച്ചിട്ട് ഇയാളിത് എങ്ങനെ താങ്ങുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നമ്മാതിരി കമൻറ്റാ. അയ്യോ, പണ്ട് ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഈ 5-6 വർഷം അത്ര ആയിട്ടുള്ള 5 വർഷമായിട്ടില്ല, ഈ അടുത്താണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇത്തരത്തിലുള്ള ഈ തെറി കൾച്ചർ വന്നത്. എനിക്ക് ആഫ്റ്റർ കൊറോണ എന്ന് തോന്നുന്നു. അതിന് മുമ്പും ഉണ്ട് ചെറുതായിട്ട്. എന്നാലും ഇങ്ങനെ തെറി വിളിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നില്ല. പണ്ട് ഈ ആളുകളുടെ ഫ്രസ്ട്രേഷനൊക്കെ തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പായിരുന്നു ഈ FFC എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. ആ FFC ഗ്രൂപ്പിനകത്ത് ഇരുന്നിട്ട് അവരുടെ ഫ്രസ്ട്രേഷനോ ജോലിയുടെ സ്ട്രെസ്സോ അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലുള്ള ദേഷ്യമോ വൈരാഗ്യമോ ഹേറ്റോ എല്ലാം പ്രകടിപ്പിക്കാനുണ്ടാക്കിയൊരു ഗ്രൂപ്പായിരുന്നു FFC ഗ്രൂപ്പ്. ആ FFC ഗ്രൂപ്പിൻ്റെ നിയമം ഉണ്ടായിരുന്നു, ഗ്രൂപ്പിലുള്ള സാധനങ്ങൾ പുറത്ത് പോകരുതെന്നുള്ളത്. അത് ആ ഗ്രൂപ്പിനകത്ത് തന്നെ കുറേ കാലം അതൊരു സ്റ്റാൻഡേർഡ് പോലെ കുറേ പേര് ഇങ്ങനെയുള്ള ആളുകൾ ഒത്തുകൂടുന്നൊരു സ്ഥലമായി അവിടെ നിന്ന് അവരുടെ ആ ഒരു സാധനമൊക്കെ തീർക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. അതിന് പുറത്തോട്ട് വരാറില്ല. പിന്നെയാണ് FFCയുടെ സാധനമൊക്കെ മെല്ലെ പുറത്തോട്ട് വരാൻ തുടങ്ങുന്നതും ആളുകൾ FFCനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങുന്നതെല്ലാം. അപ്പോൾ അപ്പോഴും FFC ഗ്രൂപ്പിനകത്തായിരുന്നു തെറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ 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 മെല്ലെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം തുടങ്ങി ഈ തെറി വിളിക്കുക, ഹേറ്റ് നടത്തുക, ഹേറ്റ് ക്യാമ്പയിൻ നടത്തുക, വേദനിപ്പിക്കുന്ന രീതിയിൽ കമൻ്റ് ഇടുക, വിമർശിക്കാം. വിമർശനത്തിന് ഒരു ശൈലിയുണ്ട്. തെറിയിട്ട വിമർശനമാവില്ല. അല്ല നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഒരാൾ തീർക്കുന്നതല്ലേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ സന്തോഷിനെ വിമർശിക്കാനാണ് നിങ്ങളിങ്ങനത്തെ കമൻറ്റ്സ് ഇടുന്നതോ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പുള്ളിയെ സന്തോഷിനെ അതായത് ഇങ്ങനൊരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുത്തതേ ട്രോളന്മാരാണ്.
ഞാൻ പറഞ്ഞ ഈ വലിയ ട്രോളന്മാരെ കുറിച്ചിട്ടല്ല, അത് എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ പോലെ നല്ലതുപോലെ ട്രോൾ ചെയ്ത ആളുകളുണ്ട്. അല്ലാതെ ഈ ഇല്ലാത്ത സാധനങ്ങൾ സൃഷ്ടിക്കുന്ന ട്രോളന്മാരുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആറാട്ടണ്ണൻ തിയേറ്ററിൽ ഒരു നടിയെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദൃശ്യം. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് എന്തുണ്ടാവുക, ആ ഫ്രെയിമിനകത്ത് നടി അവിടെ ഉണ്ടാവും, നടി ആരോടൊക്കെ സംസാരിക്കുന്നുണ്ടാവും, ആറാട്ടണ്ണൻ ബാക്കിലുണ്ടാവും. ആറാട്ടണ്ണൻ ബാക്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഈ നടിയെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ വീഡിയോയിൽ ട്രോളൻ എങ്ങനെ വരുത്തിരിക്കുക, ആറാട്ടണ്ണൻ ആ നടിയെ വായി നോക്കിയിരിക്കുക വെള്ളമിറക്കിയിരിക്കുക നേരത്തിൽ. എന്നിട്ട് അവസാനം ആറാട്ടണ്ണൻ പോയി നടിയുടെ കൈ പിടിക്കുന്നതൊക്കെ സ്ലോ മോഷൻ ആക്കിയിട്ട് ഇത് ട്രോളാക്കി ഇടും. ആക്ച്വലി ആറാട്ടൻ എന്താ ചെയ്തത്? ആറാട്ടൻ കളിച്ചാൽ നല്ല മനസ്സെന്ന് ആലോചിക്കണേ. ആ നടിയോ നടനോ അവിടെ വേറെ വല്ല ജോലിയിലായതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ അവരെ ജോലി കഴിയട്ടെ എന്ന് പറഞ്ഞ് പുള്ളി അവിടെ കാത്തിക്കുക. അത് കഴിഞ്ഞിട്ട് അവർ ഫ്രീ ആയതിനു ശേഷം പുള്ളി നേരെ പോയിട്ട് കൈ കൊടുത്തിട്ടാലോ നമസ്കാരം എന്ന് പറഞ്ഞ് ഒരു സിനിമയെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞ് അപ്പം തന്നെ പുള്ളി പോവുകയും ചെയ്യും. ശല്യമില്ലല്ലോ, ആരെയും പുള്ളി ശല്യപ്പെടുത്തുന്നില്ല. വനിതാവിനിതിൽ പോലും പുള്ളി ഒരു ശല്യം ഉണ്ടാക്കുന്നില്ല. അവിടെ പാട്ടുപാടിയും പ്രസംഗം പറഞ്ഞും ഇവരുടെ കങ്കുവാൻ്റെ പേരിൽ പുതിയൊരു അവതാരം ഉണ്ടായിരുന്നു. അത് ഇത് കങ്കുവയുടെ ആൾ കൊള്ളാം കേട്ടോ. ഇത് അവരാന്ന് പറഞ്ഞാൽ മോശമാണ്, നല്ല അടിപൊളിയാണ് കേട്ടോ പുള്ളി. ഞാൻ സിനിമ കണ്ടിട്ടില്ല, എനിക്ക് സിനിമയെക്കാളും പുള്ളി ഒരു വീഡിയോയ്ക്ക് ആകത്തുണ്ട് പുള്ളി ഇങ്ങനെ എന്നൊക്കെ പറയുന്ന സാധനം. സിനിമയിൽ അവസരം കിട്ടുമല്ലോ. അപ്പോൾ അതിപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഓരോ സിനിമയുടെ ഇപ്പോൾ അയൺമാൻ വരുമ്പോൾ അയൺമാൻ്റെ വേഷം ഇട്ടും, അല്ലെ അവഞ്ചേഴ്സിൻ്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ക്യാപ്റ്റൻ അമേരിക്കയുടെ കൈ പിടിക്കണ മറ്റേ സിമെൻറ്റിൻ്റെ പാത്രവും പിന്നെ അതുപോലെ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊക്കെ ആൾക്കാർ ഇരിക്കുകയല്ല. അതുപോലെ കങ്കുവിൻ്റെ ഇറങ്ങുന്ന സമയത്ത് ഒരുത്തൻ കാടൻ വേഷമായിട്ട് ഇട്ട് നിന്നു. അത് വലിയ സംഭവമൊന്നുമല്ല. അത് അണ്ണനൊന്നും അടുത്ത ആഴ്ച പുള്ളി കാണാൻ നിർബന്ധമൊന്നുമില്ല. അല്ലാതെ കുറേ അണ്ണന്മാരോട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വലിയൊരു ബഹളം നടക്കുന്ന ഒരു ഏരിയ. അവിടെ ആറാട്ടണ്ണൻ ഒരു ശല്യമില്ലെന്ന്. പുള്ളി വന്ന് ഒരു സിനിമ അങ്ങ് കാണും, അതൊന്നും കാശിലായിരിക്കും ചിലപ്പോൾ കാണും. ആ പടം കഴിഞ്ഞിട്ട് പുള്ളി 2 വാക്ക് സിനിമയെക്കുറിച്ച് പറഞ്ഞു പുള്ളി അങ്ങ് പോകും. ഒരു ശല്യമില്ല. ശല്യക്കാർ മറ്റവരാ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇങ്ങനെ പുള്ളിയെ നോക്കേണ്ട കാര്യം എന്താണ് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ബാലാവിഷയത്തിലേക്ക് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നല്ലോ. എനിക്ക് ഒരു നിമിഷത്ത് പോലും പുള്ളിയോട് ദേഷ്യം തോന്നിയിട്ടില്ല. അങ്ങനെ ദേഷ്യം തോന്നിയ കാര്യം അവിടെ ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ബാലക്ക് വീടിൻ്റെ ഫ്ലാറ്റിൻ്റെ വഴി പറഞ്ഞു കൊടുത്തുകൊണ്ട് ആറാട്ടണത് പരിഭവം ഉണ്ടാവേണ്ട കാര്യമോ ദേഷ്യം ഉണ്ടാവേണ്ട കാര്യമോ ഒന്നുമില്ല. അതെനിക്കായാലും ചെകുത്താനായാലും എൻ്റെ കാര്യമില്ല. അതിനുശേഷം എത്ര സ്ഥിരമായിട്ട് ആറാട്ടണം നമ്മൾ ഇപ്പോൾ ഞാൻ ചെകുത്താനോ ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് ചെകുത്താൻ നമ്മളെ ആറാട്ടണം നമ്മൾ റൂമിൽ വരും, നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കും, കുറേ ഇങ്ങനെ പുള്ളി പോവും. പിന്നെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ട് ഈ ബാലയുടെ വിഷയം വരുമ്പോൾ തന്നെ പോലും നമ്മളൊരു എന്താ പറയുക, നമ്മൾ കൂടെ തന്നെയായിരുന്നു ആറാട്ടണം ചേർന്ന് നിന്നതെല്ലാം. പിന്നെ ആ സമയത്ത് നിങ്ങൾ പറയാല്ലേ ആറാട്ടണം പിന്നെ കാല് മാറി ഒന്ന് അവിടെ നിൽക്കുന്നില്ല ഇവിടെ നിൽക്കുന്നില്ല അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് പറഞ്ഞു. നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? കംപ്ലയിൻറ്റ് കൊടുത്ത ആൾ, ഞാൻ ബാലക്കെതിരെ പരാതി കൊടുത്ത ആൾ ഞാനാ. ആറാട്ടണ്ണനും ഒരു കാര്യവും മാറ്റി പറഞ്ഞിട്ടില്ല. പുള്ളി ആകെ പറഞ്ഞേക്കുന്നത് ഈ തോക്കിൻ്റെ കാര്യം മാത്രമാണ് പുള്ളി ഹൈഡ് ചെയ്തേക്കുന്നത്. അത് പറയാത്തതിന് കാരണം മറ്റൊന്നുമല്ല, പുള്ളിക്ക് പേടി. പുള്ളി ബാലയെ ഒരു ബ്രദർ ഫിഗറിലാണ് പുള്ളി ബാലയെ കാണുന്നത്. അപ്പോൾ ഇത് സഞ്ചാരത്തിൻ്റെ കേസ് പോലെയൊക്കെ ആവുമെന്നൊക്കെ പുള്ളി വലിയ രീതിയിൽ ആംസ് ആക്റ്റൊക്കെ വരികയാണ്. അപ്പോൾ ബാലയ്ക്ക് അങ്ങനെ എന്തെങ്കിലും വലിയ രീതിയിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്നൊക്കെ പേടിച്ചിട്ട് ആ ഒരു ഇതിലാണ് പുള്ളി ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ എന്താ പറയുക, തോക്കിനായിരുന്നു മിണ്ടാതിരുന്നത്. പക്ഷേ ഈ റൂമിനകത്ത് കയറിയിട്ട് വസ്ത്രങ്ങൾ വലിച്ചു വാരിയിട്ടതും അവിടെ തന്നെ തെർമോക്കോൾ വലിച്ചു കയറിയതൊക്കെ ആറാട്ടണം പറഞ്ഞായിരുന്നല്ലോ. അത് ബാലയുടെ മുമ്പ് വെച്ച് പറഞ്ഞല്ലോ. ബാലയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ സമയത്ത് അത്രയും വലിയൊരു കാര്യം അവിടെ ആറാട്ടണം പറഞ്ഞ സമയത്ത് ആ മേടുകാരോട് ചിരിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ബാലയുടെ ഒരു പാട്ടും നന്ദി ആരോട് സൊല്ലേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് ആറാട്ടൻ പറഞ്ഞാണല്ലോ. ആറാട്ടൻ എന്ത് മാറ്റി പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ മനസ്സിലായിട്ടില്ല. ആകെ തോക്കിൻ്റെ കാര്യം അത് ഒരു വീഡിയോ പുള്ളി പറഞ്ഞു, പിന്നെ പുള്ളി തോക്കിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ പുള്ളി മാറ്റി പറയുകയോ കാല് മാറുകയോ ചെയ്തിട്ടില്ല. പുള്ളിയെ സംബന്ധിച്ചുള്ള പുള്ളിക്ക് 2 പേരും വേണമെന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. ബാലയും വേണം ചെകുത്താനും വേണമെന്ന രീതി. ബാല സുഖമില്ലാതെ കിടക്കുന്ന സമയത്തൊക്കെ സ്ഥിരമായിട്ട് ആറാട്ടണ്ണനായിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്നതും ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് പോകണമൊക്കെ. ഭയങ്കര അടുപ്പായിരുന്നു ഇവർ തമ്മിൽ. അതുകൊണ്ടാണ് ഇപ്പോഴും ബാലയും ചെകുത്താനും ബാലയും ആറാട്ടണ്ണനും അടുപ്പുണ്ടല്ലോ. എന്നും ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്, ഇപ്പോഴും സംസാരിക്കാറുണ്ട്. പുള്ളി ബാലയ്ക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ആറാട്ടനെ വിളിക്കണേ, മനസ്സിലായോ, നീങ്ക വാ എന്നൊക്കെ പറഞ്ഞ് ആറാട്ടണക്ക് പോകാറുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് അവർ തമ്മിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ വീട്ടിൽ എന്താ പറയുക അനുവാദമില്ലാതെ വീട്ടിൽ കയറി വന്ന ഒരാളാണ് ബാല. എനിക്ക് ആ തരത്തിലൊരിക്കലും അതൊന്നും മാറ്റി ചിന്തിക്കാൻ സാധിക്കില്ല. നമ്മൾ പരാതി കൊടുത്തിട്ട്
നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് പോയി. പിന്നെ നമ്മൾ അത് നമുക്ക് ഈ കേസിൻ്റെ പിന്നാലെ മാത്രം ഓടി നടക്കുന്നതല്ലല്ലോ ജോലി, പിന്നെ അത് വിട്ടതാണ്. ആറാട്ടണ്ണന് സന്തോഷിന് ഫിലോസഫി ആയിരുന്നു സ്നേഹം. അതുകൊണ്ടാണ് ഫിലോസഫി തന്നെ പുള്ളി സെലക്ട് ചെയ്ത് ആ വിഷയത്തിൽ ഇപ്പോൾ റിസർച്ചൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒട്ടത്തൊട്ട് പുസ്തകങ്ങളോ. ഈ ടീപ്പോയിൽ തന്നെ മറ്റേ നേര് സിനിമയ്ക്കകത്ത് മോഹൻലാൽ മറ്റേ തുടക്കത്തിൽ 2 സീനിൽ വെച്ചേക്കണ പോലെ അതിനേക്കാൾ ഒരു 4 ഇരട്ടി 5 ഇരട്ടി ഹൈറ്റിൽ പുസ്തകങ്ങൾ അടുക്കി വെച്ചേക്കാണ്. ഓരോ എത്ര ബുക്കുകളാണ്. ഇവിടെ മെയിൻ 2 ഹോബീസാണ്. സിനിമ കാണുക, ബുക്ക് വായിക്കുക. പുള്ളി ലുലുമാളി പോകണമെന്നില്ല, സിനിമ കാണുക, PVR പോയി സിനിമ കാണുക, മറ്റേ ക്രോസ് വേർഡ് കയറി ബുക്ക് വായിക്കുക, ഇഷ്ടപ്പെട്ട ബുക്ക് മേടിക്കുക. പിന്നെ അവിടെ ഇരുന്ന് വല്ല മക്ഡൊണാൾഡിലോ അല്ല എന്താ പറയുക ബർഗർ കിങ്ങിലോ കയറിയിട്ട് വല്ല ബർഗറോ പെപ്സിയോ കുടിക്ക് സമയം കളയുക. അല്ലാതെ പുള്ളി എന്ത് ചെയ്യാനാ? പുള്ളിക്ക് വേറെ ആരും ഇല്ല പോകാൻ, വേറൊരു സ്ഥലമില്ല പുള്ളിക്ക് പോകാൻ, വേറെ അങ്ങനെ കൂട്ടുകൂടാൻ വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ആളാണ്. ഈ ക്ലോസ് സർക്കിൾ മാത്രമേ പുള്ളി അവന് പോകാറുള്ളൂ. മനസ്സിലായോ? അല്ലാതെ അപ്പോൾ അങ്ങനെ പിന്നെ പോകാനുള്ളത് ലുലുമാളിലാണ്. പുള്ളിയുടെ 2 ഹോബീസ്. പുള്ളിക്ക് പുകവലിയില്ല, മദ്യപാനമില്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന പരിപാടിയില്ല, ഒരു തരത്തിലുള്ള ദുശീലവുമില്ല. പുള്ളി ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നു: സിനിമ കാണുക, ബുക്ക് വായിക്കുക. അല്ലാതെ പുള്ളിക്ക് ഒരു തരത്തിലുള്ള ദുശീലമില്ല. പുള്ളി അതെങ്കിലാണ് പുള്ളി ആസ്വദിക്കുന്നത്. ഇയാൾക്ക് ഈ റിയൽ ലൈഫിലുള്ള ഈ ഒരു ട്രോമ സഹിക്കാൻ വയ്യ. ആളുകളുടെ ഈ ഒരു തരം നോട്ടവും ചിരിയും പരിഹാസവും ഈ നെഗറ്റീവായിട്ടുള്ള ഈ ഒരു വലിയ സൈബർ ബുള്ളിങ് ചെറിയ കാര്യമില്ല. ഇത് നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ പരിപാടിയല്ല. നിങ്ങൾക്ക് സ്വന്തം വന്നാലത് അനുഭവിക്കുള്ളൂ. ഇയാളിത് വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെ? ഞാൻ നിങ്ങളോട് എന്താ പറയുക, ഞാൻ ഇത്രയും സമയം ഇത് തന്നെ പറഞ്ഞായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം ഇന്നും കൂടെ ആളെന്നെ വിളിച്ചിട്ട് പറയുക, എന്നെ എന്തിനാണ് ആളുകൾ ഇങ്ങനെ കളിയാക്കുന്നതെന്ന് ഇന്നും കൂടെ ചോദിക്കുക. എന്തിനാണ് എന്നെ ഇങ്ങനെ കളിയാക്കുന്നതെന്ന് എനിക്ക് ആൻസർ ഇല്ല. മേ ബി ട്രോളുകളായിരിക്കാം. ട്രോളുകൾ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയേക്കുന്ന ഒരു തെറ്റായ മുഖമുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം. ഇയാളപ്പുറത്ത് നല്ല ഒരുപാട് കണ്ടന്റുകൾ വന്നിട്ടുണ്ടല്ലോ. ഏതൊരു പുതിയൊരു ചാനലാണ്, അപ്പോൾ ഏതൊരു ചാനൽ കിട്ടില്ലൻ വീഡിയോ ആറാട്ടണ്ണൻ്റെ സന്തോഷ് വർക്കിയുടെ വീഡിയോ എന്താണ് ഐ ആം മീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂപ്പർ വീഡിയോ ആയിരുന്നു. മറ്റേ നമ്മുടെ ടെഡ് ടോക്സ് ഒക്കെ പോലെയുള്ളൊരു സംഭവം. അങ്ങനെ ഒരുപാട് ഈ റീസെൻ്റ് ആയിട്ട് ഒരുപാട് നല്ല ഇൻ്റർവ്യൂസ് സന്തോഷ് വർക്കി കൊടുത്തിട്ടുണ്ട് ഒരുപാട് ചാനൽസിനായിട്ട്, വ്യത്യസ്ത ചാനൽസിനായിട്ട്. മാത്രമല്ല പുള്ളിയുടെ ഈ ക്വാണ്ടം മെക്കാനിക്സുമായി ബന്ധപ്പെട്ട എന്തോ ഒരു സാധനം സോഷ്യൽ മീഡിയ വലിയൊരു വൈറലായിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ആ ഒരു ഏരിയ ഭാഗം സിനിമ ഇപ്പുറത്താണെങ്കിൽ ഇപ്പുറത്ത് പുള്ളിയുടെ ഈ ഫിലോസഫി, സയൻസ്, മൊറാലിറ്റി, അല്ലെങ്കിൽ അങ്ങനെയുള്ള പുള്ളിയുടെ തോട്ട്സുകൾ, പുള്ളിയുടെ എന്തോ ആഗ്നസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ വരുന്ന വീഡിയോസ് ഒരുപാടുണ്ട്. ഞാൻ തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇനിയും പുള്ളിയുടെ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയുടെ വെച്ചുകൊണ്ട് മറ്റേ പബ്ലിക് ഒപ്പീനിയൊക്കെ കൊണ്ടുണ്ട്. ബിഗ് ബാങ്ങിനെ കുറിച്ചിട്ട് ഇന്നത്തെ ജെൻസി പിള്ളേർക്കോ ഇന്നത്തെ യുവതലമുറക്കൊക്കെ അറിയാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പുള്ളി തന്നെ മൈക്ക് കൊണ്ട് ഇറങ്ങിയിട്ട് പബ്ലിക്കിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ബിഗ് ബാങ് തിയറി കുറിച്ചുള്ള അഭിപ്രായം എന്താ? ബിഗ് ബാങ് തിയറിയെ കുറിച്ചാ? ബാങ്ക് അല്ല, ബാഗ്. വലിയ ബാഗ്. അഭിപ്രായം എന്താണ്? നല്ല തിയറിയാണോ? അല്ലല്ല, ബിഗ് ബാങ് തിയറി ഇല്ലേ, സയന്റിഫിക് തിയറി, യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി എന്നാ. അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? എല്ലാവർക്കും അറിയില്ല ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ പുള്ളിയുടെ പ്രൊണൗൺസിയേഷനിൽ ആളുകൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് പോലും ആളുകൾക്ക് അറിയുന്നില്ല. ബിഗ് ബാങ് നിന്നാൽ പോലും അറിയാത്ത തലമുറയാണ്. ഈ സെൽഫി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ കളിയാക്കാൻ വേണ്ടി എടുക്കുന്നതാണോ. കളിയാക്കാൻ വരുന്ന എടുക്കുന്നവർ പുള്ളിയുടെ അടുത്തുകൊണ്ട് എടുക്കില്ലേ. ഞാൻ ശ്രദ്ധിച്ചതാണ്. അവന്മാർ ഇയാൾ അറിയാതെ ഇയാൾ വീഡിയോ എടുക്കും. നിൻ്റെ ചെറ്റ പരിപാടി കാണിക്കാൻ അളിയാ, നിൻ്റെയൊക്കെ വീഡിയോ ഒരുദിനം അറിയാതെ എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പിന്നെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയതുകൊണ്ട് അയാൾക്ക് പബ്ലിക്കിൽ ഇറങ്ങിയാൽ അങ്ങനെ പബ്ലിക്കലി പ്രൈവസി ഒന്നും ഇല്ല എന്നുള്ള തോട്ടൊക്കെ നിങ്ങൾ പറയുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. സെലിബ്രിറ്റിന് ഈ പബ്ലിക് പ്രൈവസി ഇല്ല എന്നുള്ളത്. ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ അവർ പബ്ലിക്കായി, പിന്നെ അവർക്ക് ഈ പബ്ലിക്കിൽ ഇറങ്ങിക്കൊണ്ടുള്ള പ്രൈവസി കിട്ടത്തില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയാം. അതൊന്നും ശരി. അനുവാദമില്ലാതെ ഒരാളെ വീഡിയോ ഫോട്ടോ എടുക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഇത് എന്തിടെ ആൾ എനിക്ക് ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കണം പുള്ളിയോട് ചോദിച്ചാൽ പുള്ളി സമ്മതിക്കാതിരിക്കത്തൊന്നുമില്ല. പുള്ളിയുടെ കൂടെ സെൽഫി എടുക്കാമെന്ന് വെച്ചാൽ പുള്ളി സമ്മതിക്കൊക്കെ ചെയ്യും. വീഡിയോ എടുക്കണോ പുള്ളിയോട് പറഞ്ഞാൽ എടുത്തു വരും. പുള്ളി ഓക്കെ പറയും. എന്തിനാ ഇത് പുള്ളിയുടെ ആ ഒരു വീണ്ടും ഒരു കോമാളിയാക്കാൻ വേണ്ടി തരത്തിൽ മറ്റേ പിറകെ ചെന്ന് ഫോളോ ചെയ്ത് വീഡിയോ എടുക്കുക, എന്താ പറയുക, അത്തരത്തിൽ അങ്ങനെ ഒരു ആറാട്ടണം എന്തോ ഇതിനിടയ്ക്ക് വല്ല എന്തോ മസാജിങ്ങിൽ കിടക്കുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു. മസാജിങ്ങിൽ കിടന്നിട്ട് പുള്ളി ഇങ്ങനെ അത് ഏതൊരാൾ വീഡിയോ എടുത്തതാണ്. പിന്നെ അത് തിയേറ്ററിലല്ല, ഇത് ടോയ്ലറ്റിനകത്ത് കയറിയിട്ട് പുള്ളി ടോയ്ലറ്റ് ഇറങ്ങി വരുന്ന സമയത്ത് പുറത്തുനിന്ന് വരുന്ന ആറട്ടെണ്ണ ലുലുമാൾ ടോയ്ലറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. ഇങ്ങനെ ഇത് എന്തുവാടേ ഇതൊക്കെ? എന്തിനിങ്ങനെ ഹറാസ് ചെയ്യുന്ന കാര്യം? എനിക്കിത് നോ ഐഡിയ. എനിക്ക് തോന്നുന്നു പുള്ളി പ്രതികരിക്കാത്ത ആളായതുകൊണ്ടായിരിക്കാം പുള്ളിയെ വീണ്ടും ദ്രോഹിക്കുന്നത്.
ഒരാളെ പിന്നാലെ നടന്ന് അയാളെ ശല്യപ്പെടുത്തുക. അയാൾ വണ്ടിയിൽ വരെ കൂറിയിടുക, കല്ലോ തക്കിയെടുക്കിട്ട് ആൾ സ്കൂട്ടർ അതിനകത്ത് കൂറിയിടുക, വലിച്ച് ഇങ്ങനെ എന്താ പറയുക വരയിട്ട് ഇങ്ങനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ വേണ്ടാത്ത തരത്തിൽ എഴുതി വയ്ക്കുക. ഇയാൾ വണ്ടിക്കകത്ത് എന്ത് ചെയ്തോടാ, നിനക്ക് എന്ത് ചെയ്തു? ഇയാൾ ദ്രോഹിച്ചോ? നിങ്ങൾ വീട്ടിൽ കയറി ഇയാൾ എന്തെങ്കിലും ചെയ്തോ? ഇയാൾ മോഷ്ടിച്ചോ? അല്ലെങ്കിൽ എന്തെങ്കിലും കൊലപാതകം ചെയ്തോ? അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ നിങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്തോ? ഇയാൾ സോഷ്യൽ മീഡിയയിൽ എന്തൊരു സിനിമയുടെ റിവ്യൂ പറഞ്ഞെന്നല്ലാതെ ഇയാൾ എന്ത് ചെയ്ത് തെറ്റേടെ നിന്നെയൊക്കെ ചെയ്ത്? ഇയാൾ ഒരു ഭാഗം മാത്രം അറിഞ്ഞുകൊണ്ട്, അയാൾ മോശം ഭാഗം മാത്രം കണ്ടുകൊണ്ട് നിങ്ങളൊക്കെ ആ ഒരു ദേഷ്യവും ഫ്രസ്ട്രേഷനൊക്കെ തീർക്കാൻ ഉള്ള ആളുകൾ അതൊന്ന് അലിൻ ജോസിൻ്റെ കാര്യം നേരത്തെ അതിനോട് ഞാൻ പറഞ്ഞത്. അലിൻ ജോസിന് ഇപ്പോൾ ആളുകൾക്ക് വേണ്ട. ആറാട്ടണ്ണനെ നിരന്തരം വേട്ടയാടി ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ FSC ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതുപോലെ ഇപ്പോഴത്തെ FSC ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആറാട്ടണ്ണൻ്റെ വീഡിയോയോ പോസ്റ്റിൻ്റെ താഴെ വരുന്ന കമൻറ്റ് ബോക്സാണ്. അത് ഫേസ്ബുക്കിലാണ് കേട്ടോ, യൂട്യൂബിൽ അത്ര ഞാൻ കണ്ടിട്ടില്ല തെറികളൊന്നും. ഫിൽറ്റർ കൊണ്ടായിരിക്കാം, അല്ലാതെ വേറെ വലിയ കാര്യമൊന്നുമല്ല. ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ രീതിയിലൊന്നും തെറികൾ മുമ്പ് കണ്ടിട്ടില്ല, ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫേസ്ബുക്കിൽ വലിയ രീതിയിൽ മൈഗ്രേഷൻ ഇൻസ്റ്റാഗ്രാമിലോട്ട് നടക്കുന്നുണ്ട്. കുറേ തന്തവയ്പ്, ഇപ്പോൾ അങ്ങനെയാണല്ലോ വാക്കുകൾ, തന്തവയ്പും ഈ പ്രായം കൂടിയ ആളുകളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളറിയാതെ സംസാരിക്കുന്ന ആളുകൾ ഇങ്ങനെ കുറേ എണ്ണം ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ടുണ്ട് എന്ന് പറയുന്നു. ആര് മൈഗ്രേഷൻ കൊണ്ടാണോ ഇപ്പോൾ അവിടെയും തുടങ്ങി പരിപാടികൾ. മുമ്പ് ഇൻസ്റ്റാഗ്രാം കുറച്ച് ക്ലീൻ ആയിരുന്നു, എല്ലാവരും പറയുന്നു യുവാക്കൾ ഉപയോഗിക്കണം ഇൻസ്റ്റാഗ്രാം, കുറച്ച് മെച്യൂരിറ്റിയും പ്രായ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഫേസ്ബുക്ക്, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബ്, ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ എല്ലാത്തിലും എല്ലാവരും പോലെയായി. ഇൻസ്റ്റാഗ്രാമത്തിലെല്ലാം കയറിപ്പോൾ ഭയങ്കര പൊളിറ്റിക്സാണ്, ഭയങ്കര പൊളിറ്റിക്സ്, പാർട്ടി പൊളിറ്റിക്സ്, മതവിദ്വേഷം, വൈരാഗ്യം, വിഭാഗീയത. എൻ്റെ പൊന്നെ, എന്തൊരു വർഗീയതയാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയിരുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും കൊടിയ വർഗീയത. അയ്യോ, ഒരു ന്യൂസ് ചാനലുകൾ ഓരോ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റാണ് ഏതെങ്കിലും മതവുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ നടക്കുന്നത് മറ്റേ ഇതാണല്ലോ, മറ്റേ വഖഫ് വിഷയത്തിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ പോസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അടിക്കകത്ത് തുടങ്ങും ഈ മതക്കാർ പരസ്പരം അച്ച എന്നൊരു വിളി, പിന്നെ കാക്ക എന്നൊരു വിളി, സംഗി ഇങ്ങനെ ഒങ്ങി സുഡാപ്പി എന്നൊക്കെ പറഞ്ഞ് പരസ്പരം ഇങ്ങനെ അടിക്കുകയാണ് കമൻറ്റിൽ. അയ്യോ, ഇത്രയും നശിച്ചു പോയില്ല. എന്തിടേ മലയാളി പുളിയാടാന്നൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂടേ. ഈ സോഷ്യൽ മീഡിയ ലോകത്താണ് ഇവരുടെ യഥാർത്ഥ ക്യാരക്ടർ നമുക്ക് മനസ്സിലാവുക. ഇത് അവരുടെ അകത്തുള്ള കാര്യം. ഇപ്പോൾ ഞാൻ പറയാം ചെകുത്താൻ്റെ കാര്യം. ചെകുത്താന് ഞാൻ കുറേ കാലം കൂടെ നടന്നിട്ടുള്ളൂ. ഒരാൾ പോലും വന്നിട്ട് ദേഷ്യപ്പെടുകയോ വൈരാഗ്യത്തോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. എല്ലാവരും വന്ന് കൈ കൊടുക്കുന്നു, ചിരിക്കുന്നു, നമ്പർ മേടിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, പോകുന്നു. പക്ഷേ സോഷ്യൽ മീഡിയക്കകത്തോ ചെകുത്താനെ വലിച്ച് കീറുക, ചെകുത്താനെ എതിർ വിളിക്കുക. ചെകുത്താനത് വിഷയമില്ലാത്തതുകൊണ്ട് പോട്ടെ, ഞാൻ ആറാട്ടണ്ണ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെങ്ങനെ സഹിക്കുന്നതിനൊരു പരിധിയിലൂടെ ഒരു മനുഷ്യൻ എത്ര തന്നെ സഹിക്കും? ഞാനിത് പിന്നെയും പറയേണ്ടി വരുന്നതെന്നറിയോ, ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതാണ്. പുള്ളി വന്ന നാളെ വീഡിയോ വന്നിട്ട് എന്നാ ഇങ്ങനെ കോമളയാക്കുന്നൊക്കെ ഒരുപാട് പുള്ളി പറഞ്ഞു. പുള്ളി ഇങ്ങനെ പിന്നാലെ നടന്ന് ഈ ഉപദ്രവിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതെങ്ങനെ നിർത്തും. പുള്ളിയെ കണ്ടെങ്കിൽ ചിരിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പുള്ളിയോട് പറയാറുണ്ട്, ഒരാൾ നിങ്ങളെ കണ്ട് ചിരിച്ചു എന്ന് പറഞ്ഞ് അത് കളിയാക്കി തന്നെ ചിരിക്കണം എന്നില്ല. ചിലപ്പോൾ അതിന് വേറെ പല അർത്ഥങ്ങളായിരിക്കാം. അല്ലാതെ ഇവിടെ ഈ ആറാട്ടന് പോകണടി എനിക്ക് ആ തരത്തിലുണ്ടല്ലോ ഈ പെൺകുട്ടികൾ കണ്ടോ, ആ തരത്തിൽ ഇങ്ങനെ ആ ഒരു ആക്കി കളിയാക്കിയ സാധനം ഉണ്ടല്ലോ, അത് അയാൾ മുമ്പിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് വേദനിക്കുന്നത്. അത് കേട്ടാവും. അത് നിങ്ങളോട് ഞാൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് കേട്ടാവത്തില്ലേ? നിങ്ങളൊന്ന് ചോദിക്കാൻ പറ്റും, എന്നിട്ട് ഞാൻ നോക്കി എങ്ങനെ ചെയ്യുന്നതൊക്കെ ചോദിക്കത്തില്ലേ? അയാൾ ഇങ്ങോട്ട് ചോദിക്കാൻ വരുന്നില്ല. ചില സമയത്ത് അയാൾ ചോദിക്കും, അയാൾക്ക് അത്രയും ദേഷ്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്രയും ദേഷ്യം വന്നിട്ട് ആൾ പുറത്തൊന്നും കാണിക്കാറില്ലെന്ന്. എത്ര ഒതുക്കി ജീവിക്കുക. ആണല്ലോ നേരത്തെ ഇപ്പോൾ പുള്ളിക്കുള്ള ഈ ഒരു നെഗറ്റീവ് ഇമേജ് ഞാൻ പുള്ളിയോട് പറയാറുണ്ട്. ഈ നെഗറ്റീവ് ഇമേജും മാറ്റിയെടുക്കണമെങ്കിൽ ജനങ്ങൾ മാറും. പിന്നെ മറ്റേ ജനങ്ങൾ വിഡ്ഢികളാണെന്നൊക്കെ മറ്റേ രാഷ്ട്രീയ പാർട്ടികൾ പറയാറില്ല. അടുത്ത 5 കൊല്ലം വരെ അത് മറന്നോളെന്നൊക്കെ പറയുന്നത് പോലെ ഇതൊക്കെ അവർ മറക്കും. നിങ്ങൾ ആരോട്ടോ ഞാൻ പറഞ്ഞു, സന്തോഷമായി. നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഫെയിം ആയി. നിങ്ങൾ കേരളത്തിൽ അറിയാൻ ആരും ബാക്കിയില്ല. നല്ല രീതിയിലൊരു എന്താ പറയുക പ്രൊഡക്റ്റീവായിട്ടുള്ള സാധനത്തോട് മാറുക. നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ ആ ഒരു ഏരിയ ഈ ഒരു ഫിലോസഫിക്കലോ അല്ലെങ്കിൽ നമ്മുടെ സയൻറ്റിഫിക്കൽ ഡിസ്കഷനോ അല്ലെങ്കിൽ റിലീജിയനായിട്ടുള്ള ഡിസ്കഷൻസൊക്കെ ആ രീതിയിലേക്ക് പുള്ളിയെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഒരു തരത്തിലോട്ട് മാറിയത്. അത് പുള്ളിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ പുള്ളിക്ക് താല്പര്യം. സയൻസ് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ പുള്ളി ഭയങ്കര അതിശയോക്തിയോടെ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ്. എന്തായാലും എനിക്ക് കുറേ പറയണമെന്ന് തോന്നി. ഇപ്പോൾ തന്നെ വീഡിയോ ഇങ്ങനെ നീളമാണ്, എനിക്കിത് പറഞ്ഞ് തീരുന്നില്ല. എന്തായാലും എനിക്കിപ്പോൾ വീണ്ടും പറഞ്ഞാലും പറയേണ്ട കാര്യമില്ല. സന്തോഷ് വർക്കി ആരാണെന്നോ എന്താണെന്നോ അറിയാതെ അദ്ദേഹത്തിനെതിരെ ഈ തെറിവാക്കുകളും ഈ പരിഹാസങ്ങളും നേരിട്ട് കാണുമ്പോൾ പോലും അയാൾ ആക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ പിന്നാലെ നടന്ന് അയാൾ വീഡിയോ എടുത്ത് ശല്യപ്പെടുത്തി
അല്ല അങ്ങനെ ടോർച്ചർ ചെയ്യുന്ന രീതികൾ മാറ്റുക. നിങ്ങൾ വേണേൽ പോയി സെൽഫി എടുത്ത്, പുള്ളിക്കൊരു കുഴപ്പമില്ല. പുള്ളിയോട് ഒരുപാട് പേര് സെൽഫി എടുത്ത് സംസാരിച്ച് പോകും, ചിരിച്ചും കളിച്ചൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ അധികം മലബാർ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. മലബാറിലെ ആളുകൾ വന്ന് സെൽഫി എടുത്ത് പുള്ളിയോട് ഭയങ്കര സ്നേഹത്തോടൊക്കെ സംസാരിച്ച് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരെ കാണുന്നത് വളരെ കുറവാണ്. മറ്റുള്ളവർ ബാക്കിൽ പോയിട്ട് നിങ്ങൾ വല്ല പ്രാദേശികവാദം എന്നൊന്നും അങ്ങോട്ട് പറഞ്ഞേക്കില്ല. ഞാൻ കണ്ട കാര്യം പറയണത്, അല്ലാതെ ഞാൻ പ്രാദേശികവാദം എന്നല്ലേ പറയുന്നത്. കണ്ട കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവരുടെ എണ്ണം കുറവായിരുന്നു. ബാക്കിയുള്ള ആളുകൾ ഇത് പിന്നാലെ നടന്ന് ഈ എന്താ പറയുക ശല്യപ്പെടുത്താമെന്നല്ലാതെ വേറെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് നിങ്ങളോട് ഇപ്പോൾ അവസാനം ഇത്രേ പറയാനുള്ളൂ. ഒരാളെ മതി, ഇത്രയും കാലം ദ്രോഹിച്ചില്ലേ, ഇത്രയും കാലം നിങ്ങൾ തിന്നില്ലേ, ഒരാളെ തിന്ന് 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 നശിപ്പിച്ചില്ലേ, ഇനിയെങ്കിലും ആ തീറ്റ അങ്ങ് നിർത്തിക്കൂടെ. ഈ ആറാട്ടണൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ആരുടെ കാര്യത്തിലാണെങ്കിലും തെറി വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഐഡന്റിറ്റിയാണല്ലോ. അതാണത്. അത് അത്യാവശ്യ കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ കാര്യം എന്താ, സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിക്കുന്ന കാര്യം എന്താ? അതുകൊണ്ട് എന്ത് സുഖമാണ് കിട്ടുന്നത്. നിങ്ങൾ ഫ്രസ്ട്രേഷൻ മാറ്റാനാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് അവിടെ ഉണ്ട്. ഇപ്പോൾ എന്താ വേറെ കൂക്കു കാക്ക കൂക്കു അങ്ങനെ എന്താ ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. FFC ഗ്രൂപ്പൊക്കെ പണ്ടേ പൂട്ടിയായിരുന്നല്ലോ. അവിടെയൊക്കെ പോയി കാണിക്കരുത്. ഇതിന് ഈ പബ്ലിക് ഏരിയയിൽ വന്നിട്ട് ഇമാര് തെറി വിളിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് ആ ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവിടെ മാറ്റി, അല്ലെങ്കിൽ നല്ലൊരു സൈക്കാട്രിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനോ കാണിക്കി, അത് ഭേദമായിക്കോളും. മനസ്സിലായോ? ആറാട്ടനല്ല കുഴപ്പം, സന്തോഷവർക്കേ അല്ല കുഴപ്പം. ഈ കാണുന്ന നിങ്ങൾക്ക് പലപ്പോൾ കുഴപ്പമുണ്ട്. ആ കുഴപ്പമുണ്ടാണ് ഇത് സംഭവിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ ഫ്രസ്ട്രേഷൻ ഫീൽ വരുന്നതും. ഇങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേക സുഖവും ഭയങ്കര അനുഭൂതിയൊക്കെ എനിക്ക് ഉണ്ടാവണം, അല്ലേ? അല്ലാതെ ഈ കമൻറ്റ് ഇടുന്നത് ഇങ്ങനെ ഒരാളെ കുറിച്ച് വൃത്തികേട് ഇങ്ങനെ എഴുതിയിട്ട് വരുമ്പോൾ ആ ഒരു മനസ്സുഖം എന്ന് പറയത്തുള്ളൂ. ഒരു സിനിമയ്ക്കകത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു മനസ്സുഖം, എൻ്റെ ഒരു മനസ്സുഖം എന്ന് പറയുന്ന പോലെ ആ ഒരു മനസ്സുഖത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത്, അല്ലേ? അതും ഒരു രോഗമായിരിക്കും, അതും ഒരു രോഗമാണ് മകനെ. അങ്ങനെ മനസ്സുഖം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ സാഡിസം എന്നാ. മനസ്സിലായോ? ഒരാളെ നോവിച്ച് കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അതൊരു സൈക്കോയുടെ ലക്ഷണമാണ്. നമ്മളെ ഈ കേരളത്തിൽ ഇത്രയും ഇത് ഇന്നത്തെ പിള്ളേരെ നമ്മൾക്കൊന്നൊരു കാര്യം പറയാൻ പറ്റത്തില്ല. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് ഇവന്മാർ ചൂടാവും, മൂന്നാമത്തിന് അടിയുവാ. നമ്മുടെ നാട്ടിലേക്ക് ഈ അടി അവിടെ ഇവിടെ നടക്കുക. പിള്ളേരെ, പുതിയ പിള്ളേർ വരുന്നു, വാക്ക് തർക്കമുണ്ടാകുന്ന അടിപ്പിടി, കേസ് ജയിൽ, ഒരു കാര്യമില്ല. എന്തോ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അത്രയും ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു തലമുറയായിട്ട് മാറുന്നുണ്ട് ഇപ്പോൾ. മനസ്സിലായോ? ഇതിപ്പോൾ പ്രായമായിട്ടുള്ള വലിയ മെച്ചമൊന്നുമല്ല, എല്ലാം കണക്കാം. ഭയങ്കര ദേഷ്യം എല്ലാവരുടെ അടുത്ത്. എന്തിനും ദേഷ്യം കാണിക്കുന്നത്? ഇങ്ങനെ ദേഷ്യം കാണിക്കുന്ന കാര്യം എന്താ? എന്തെങ്കിലും ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾ ഇനിയെങ്കിലും ഈ പാവം സന്തോഷവർക്കിയെന്ന് വെറുതെ വിടാൻ പറ്റുമോ? നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണാതിരുന്നാൽ മതി. നിങ്ങൾ അതിനിടയിൽ പോയി കമൻറ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ വീണ്ടും വീണ്ടും വരും. മനസ്സിലായോ? അതിനനുസരിച്ച് മറ്റേ ഫേസ്ബുക്ക് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇടുന്നത്. മനസ്സിലായി? നിങ്ങൾ ഇങ്ങനെ കമൻറ്റ് വായിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇരിക്കത്തില്ലേ? കമൻറ്റ് വായിക്കുമെങ്കിൽ പുള്ളിക്ക് എന്താ സംഭവിക്കുന്നത്? കമൻറ്റ് വായിക്കുന്നതനുസരിച്ചിട്ട് ഇവിടെ വാച്ച് അവർ കൂടും. വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, വാച്ച് അവർ കൂടും, വാച്ച് മിനിറ്റ് കൂടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? മറ്റേ ഫേസ്ബുക്കിന് മനസ്സിലാവും, അല്ലെങ്കിൽ യൂട്യൂബിന് മനസ്സിലാവും നിങ്ങൾ ഇയാളെ വീഡിയോ കാണാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വരും വീഡിയോ. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഇങ്ങനെ ആളുടെ വീഡിയോ കാണാതിരിക്കുക. നിങ്ങൾക്ക് പിന്നെ ഫീൽഡിലോട്ട് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. രണ്ടോട്ട് ബ്ലോക്ക് ചെയ്യുമ്പോൾ പിന്നെ വരത്തില്ലെന്ന്. അങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ എൻ്റെ വീഡിയോയിൽ ഇയാൾ വീഡിയോ വരുന്നേ എന്നിട്ട് ഇയാൾ ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇയാളല്ലോ നിൻ്റെ ഫീൽഡിലേക്ക് ഈ വീഡിയോ കൊണ്ടിടുന്നത്. മനസ്സിലായ? അങ്ങനെയല്ല തെറി വിളിക്കുന്ന നമ്മളെ സുക്കർപ്പുറക്കനെ വല്ലതും വിളിക്കടേ. ഇയാൾ എന്ത് ചെയ്തു? ഇനി ഇയാളെ വീഡിയോ ഒന്നാണോ? വല്ല റോൾ പേജിലുള്ള ആനല്ലേ കാണുന്നത്? ഈ റോളന്മാർ ചെയ്യണ പരിപാടി ഉണ്ടല്ലോ. ഇയാൾ പറയാത്ത കാര്യമൊക്കെ പറഞ്ഞു എന്നൊക്കെ തമ്പനയിൽ കൊടുക്കും. ഇയാൾ ചെയ്യാത്ത കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് തമ്പനയിൽ അങ്ങ് കൊടുക്കും. എന്തൊക്കെയാണ് എനിക്കൊന്നും ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല പലതും. അല്ലെങ്കിൽ ഇപ്പോൾ പലതും പറഞ്ഞേനെ. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് ഇതാണ് പറയാനുള്ളത്. ഇനിയെങ്കിലും അദ്ദേഹത്തിന് വേട്ടയാട് നിർത്തണം എന്നല്ല, നിങ്ങളൊക്കെ വിമർശിച്ചോ. പക്ഷേ അദ്ദേഹത്തിന് ഒരു പരിധി കഴിഞ്ഞാൽ നിർത്തണം മക്കളെ. പിന്നെയും ദ്രോഹിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സാഡിസമാണ്. അതൊരു രോഗമാണ്. അത് നിങ്ങളെ ലൈഫിനെ കുളം തോണ്ടും. അല്ല, ഞങ്ങളുടെ വിഷമം മനസ്സിലാക്കട്ടെ, ഞങ്ങൾ ആടുകളുടെ വിഷമം മനസ്സിലാക്കട്ടെ. പെണ്ണുങ്ങളുടെ വിഷമം മാത്രം മനസ്സിലാക്കിയാൽ മതിയോ? ഇത് ബാക്കി വീണ് കാണില്ലല്ലോ. അപ്പൊ ഗൈസ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളോട് നമ്മൾ ടാറ്റ പറയുന്നത് പോഡ്കാസ്റ്റിൽ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാൻ. അടുത്തൊരു എപ്പിസോഡ് കാണുന്നവർക്ക് ഈ ഒരു സൈനിങ് ഓഫ്.